നമസ്കാരം, വെൽക്കം ടു പ്രോഗ്രാമിംഗ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശരത്ചന്ദ്രൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് ഫിബൊനാച്ചി സീരീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളൊരു സ്കൂൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫിബൊനാച്ചി സീരീസ് പൈത്തണിൽ ചെയ്യുന്നത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് പാപമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ വീഡിയോ ക്വാളിറ്റി നല്ലത് കിട്ടണമെങ്കിൽ 720pയിലോട്ടോ 1080pയിലോട്ടോ സ്വിച്ച് ചെയ്യുക ക്വാളിറ്റി. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് 0 ആയിരിക്കും. ആദ്യത്തെ എലമെൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് ഫിക്സ്ഡ് ആയിരിക്കും. ആദ്യത്തെ എലമെൻറ്റ് 0യും രണ്ടാമത്തെ എലമെൻറ്റ് 1ഉം ഫിക്സ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ എലമെൻറ്റ് തൊട്ടാണ് ഫിബൊനാച്ചി സീരീസിൻ്റെ സവിശേഷത തുടങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള 2 എലമെൻറ്റുകളെ കൂട്ടുന്നതാണ് മൂന്നാമത്തെ എലമെൻറ്റ്. അപ്പോൾ 0യും 1ഉം കൂട്ടിയ 1. അപ്പം ഇത് കഴിഞ്ഞ് നാലാമത്തെ എലമെൻറ്റ് എങ്ങനെയാണ്? 1ഉം 1ഉം 2. അഞ്ചാമത്തെ എലമെൻറ്റ് 2ഉം 1ഉം 2ഉം 1ഉം 3. ആറാമത്തെ എലമെൻറ്റ് 2ഉം 3ഉം 5. ഏഴാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് 5ഉം 3ഉം 8. ഇങ്ങനെ ഫിബൊനാച്ചി സീരീസ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ 2 സംഖ്യ ഫിക്സ്ഡ് ആണ്, 0യും 1ഉം. മൂന്നാമത്തേത് തൊട്ട് പുറകിലത്തെ 2 എണ്ണത്തിൻ്റെ തുകയാണ് മൂന്നാമത്തേത് തൊട്ടുള്ള സംഖ്യകൾ. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റും സെക്കൻഡും ഏതായാലും ഫിക്സ്ഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 0 എന്ന് കൊടുക്കാം, സെക്കൻഡ് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഇനി ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് യൂസറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങാം. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ലിമിറ്റ്. യൂസറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ലിമിറ്റ് ചോദിച്ച് വാങ്ങുന്നു. അതായത് എത്ര വരെ പോകണം എന്നുള്ളതാണ്. അത് ലിമിറ്റിലോട്ട് നമ്മൾ കയറ്റി. ഇനിയാണ് നമ്മൾ സീരീസ് പ്രിൻ്റ് ചെയ്യാനുള്ള ലോജിക്ക് എഴുതുന്നത്. for i in range ലിമിറ്റ് വരെ നമ്മൾ കൊടുക്കുന്നു. അതായത് ഇപ്പം 7 സംഖ്യയാണ് 7 എലമെൻ്റാണ് ഇതിൻ്റെ അകത്ത് വേണ്ടതെങ്കിൽ 7 വരെ ലൂപ്പ് പോകണം. മനസ്സിലായി? 7 വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് ഫസ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു എൻഡ് കൊടുക്കണം. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തില്ലെങ്കിൽ പൈത്തൺ പ്രിൻ്റ് ചെയ്യുമ്പം 1ൻ്റെ താഴെ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ഒരേ ലൈനിൽ വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റിനെ സെക്കൻഡ് ആക്കി കൊടുക്കുക, സെക്കൻഡിനെ ടെമ്പാക്കി കൊടുക്കുക. ഇതാണ് ഫിബൊനാച്ചി പ്രിൻ്റ് ചെയ്യാനുള്ള ലോജിക്ക്. ഓക്കെ, ടെമ്പിൻ്റെ അകത്ത് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് കൊടുക്കുക, ഫസ്റ്റിനെ സെക്കൻഡ് ആക്കുക, സെക്കൻഡിനെ ടെമ്പാക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 7 എന്ന് കൊടുക്കുന്നു ലിമിറ്റ്. അപ്പം നമുക്ക് വേണ്ടതുപോലെ അത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട 0 1 1 2 3 5 8. ഇനി ലിമിറ്റ് നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഇപ്പോൾ ഒരു 10 കൊടുത്താൽ 10 വരെയുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ പൈത്തൺ വെച്ചിട്ട് ഫിബൊനാച്ചി സീരീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലോജിക്ക് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. for i in range ലിമിറ്റ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം 7 എലമെൻ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ലൂപ്പ് 7 വട്ടം വർക്ക് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് for i in range ലിമിറ്റ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കൊടുത്തേക്കുന്ന 9 തൊട്ട് 12 വരെയുള്ള ഈ ഒരു ലോജിക്കാണ് ഇതിൻ്റെ മെയിൻ ലോജിക്ക്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എത്ര വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനും ഫിബൊനാച്ചി പ്രിൻ്റ് ചെയ്യുന്ന ലോജിക്ക് എന്ന് പറയുന്നത് ഈ ലൈൻ 9 തൊട്ട് 12 വരെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പൈത്തണിൽ ഫിബൊനാച്ചി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.